ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന വൃഷഭ ഒരു അന്യഭാഷാ ചിത്രമാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ്. സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള കണക്കുകൾ പ്രകാരം സിനിമ 50 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടെ ഇതിനോടൊപ്പം ചെയ്യുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 11,56,000 രൂപ നേടിയെന്നുള്ള ഒരു കളക്ഷനും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 18,65,000 രൂപയോളം നേടിയെന്നുള്ള കളക്ഷനാണ് പുറത്തു വരുന്നത്. ഓവർസീസിൽ നിന്ന് സിനിമ 15 ലക്ഷം കടന്നു എന്നുള്ളതാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 53 ലക്ഷം രൂപയോളം കടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ 204ഓളം ഷോകളാണ് സിനിമയ്ക്കുള്ളതായി പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ബുക്കിംഗ് എന്നും അത്ര ഗംഭീരമെന്നൊന്നും പറയാനില്ല. ആവറേജ് ബുക്കിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ടാണല്ലോ 10 ലക്ഷം രൂപ 11 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ സിനിമ കളക്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും അന്യഭാഷയിൽ നിന്ന് വരുന്ന ഈ ഒരു സിനിമ ഹിന്ദി അടക്കം 3ഓളം ഭാഷകളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തീർച്ചയായും ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകും വലിയ രീതിയിൽ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വൃഷഭ ഒരു വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന മോഹൻലാൽ ചിത്രമാണ്. ഈ വർഷം മോഹൻലാൽ കളം നിറഞ്ഞാടിയ ഒരു വർഷമാണ്. എന്താണേലും അന്യഭാഷയിൽ ചെന്ന് ഒരു മലയാളി നടന് ലഭിക്കുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു സിനിമയാണ് ഇവിടെ ഈ ഒരു സിനിമയിലൂടെ മോഹൻലാലിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ മുൻനിര താരങ്ങൾക്ക് മലയാളത്തിൽ പോലും ഇത്ര ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു, മോഹൻലാലിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇന്ത്യക്ക് അകത്ത് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. എന്താണേലും മലയാളം കടന്ന് അന്യഭാഷയിലേക്ക് എത്തുമ്പോഴും മോഹൻലാൽ തന്നെ നമ്പർ 1 നിൽക്കുന്നു. വൃഷഭയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. സിനിമ തിയേറ്ററിൽ ആദ്യ ദിനം തന്നെ പോകുന്നവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും ഒന്ന് കമൻസിലൂടെ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട.